നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. സൈലൻസ് സൈലൻസ്. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദേ ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറങ്കളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. ദേ സത്യം. ഹലോ ഹലോ, കലാമല്ലേ? അതെ. മുഹമ്മേലെന്ന് 2ാം കളി കളിച്ചത് ഫാദർ അറിഞ്ഞാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പെരുമ്പാവൂർ കളി കളിച്ചാലോ? കളിക്കാലോ, അതിനെന്താ? അച്ഛനറിയില്ലല്ലേ? എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിനെ ഇവിടെ കുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ നീ വിഴുങ്ങുമല്ലോ. തമാശക്കല്ലേ? ദേ ലോഹ ഇട്ടാ പന്നി വരുന്നുണ്ട്. നീ ഫോൺ വെക്കടാ. എടാ കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണോ? വേണ്ട. ഇനി നിന്നെ കാണിക്കണോ? വേണ്ടച്ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കുമെന്നറിയാം. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹിയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ഇനി പറയാനുള്ളത് പറഞ്ഞോ. അച്ചോ, എന്തേ? ഈ വരുന്ന ഓഗസ്റ്റ് 12 അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ? അതെ അച്ചോ, അച്ഛന്റെ 60th ആനിവേഴ്സറി അടിച്ച് പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആയിട്ട് ആഘോഷിക്കണം അച്ചോ, അല്ലേ? നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരില് നിങ്ങൾക്കൊക്കെ കുടിച്ച് മലിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട. അത് വേണ്ട. 60 വയസ്സായ നാട്ടുകാർ വന്നാലേ അച്ഛനെ നടക്കാതെ അത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. അച്ചോ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിട്ട് ഗോൾഡൻ ജൂബിലി ആയിട്ട് ആഘോഷിക്കാം. മോനെ നീങ്ങോട്ട് വന്നേ. എന്താ അച്ചോ? നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ? ഉറപ്പില്ല അച്ചോ. നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഉറപ്പായി. ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ മമ്മൂട്ടി അവന്റെ മനസ്സിൽ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. 10 പൈസ ഇവിടുന്ന് എടുക്കണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം. ഞങ്ങൾ ദൂർത്തടിക്കാറില്ല അച്ചോ, ഞങ്ങൾ അടിക്കുന്ന കട്ടറമ്മ. പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട. അതെ, അവരൊന്നുമില്ലാതെ എന്താഘോഷം? വൈകിട്ടത്തെ പരിപാടി നീ എന്താ മോഹൻലാൽ കളിക്കുക? വേണ്ട. എല്ലാരും ഞാൻ വിളിച്ചിരുന്നച്ചോ. ദുബായിന്ന് ഉണ്ണിയും ജിമ്മി എത്താൻ ഏറ്റിട്ടുണ്ട്. ബാംഗ്ലൂരിന്ന് മനോജും വരും. പക്ഷെ സാബു ചേട്ടൻ അമേരിക്കന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ. എന്തേ? അവനെ ഒബാമ പിടിച്ചു വിഴുങ്ങിയോ? അപ്പതേ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. നമുക്ക് ആഘോഷങ്ങൾ അടിച്ചു വിളിക്കണ്ടേ? വാ, ആലോചിക്കാം. നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം. അന്ന് വേറെ ഇന്നേ തുടങ്ങിയൊക്കെ അർമാദിക്കാടാ. ഷഷ്ടിപൂർത്തി ആഘോഷത്തിനെ നല്ല കുട്ടപ്പനായിട്ട് വേണം സ്റ്റേജിൽ കയറാൻ. 4 ആള് കാണാനുള്ളതാ. പിന്നെ തലമുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഒക്കെ ഒന്ന് നന്നാക്കണം. ഓക്കേ? അയ്യേ. I am telling truth, sir. Father Tarkanam is died. Hi, Rita. Now in hospital. Yeah. എല്ലാം കർത്താവിന്റെ ഒരു പ്ലേ. എല്ലാം നിർത്തിക്കോ. ടീച്ചറെ വല്ലതും പറഞ്ഞാ ടീച്ചറെ? നമ്മുടെ അച്ഛൻ മരിച്ചുപോയി ടീച്ചറെ. ചുറ്റുപാട് ഫോണിൽ വിളിച്ച് പറഞ്ഞ ഞാൻ കേട്ടതാണ് ടീച്ചറെ. കൂടി ആശുപത്രി കിടക്കാണ്. എല്ലാവരും നമ്മുടെ അച്ഛൻ പോയല്ലോ. അയ്യോ, കാല് കെട്ടില്ലേ ചത്തുപോടാ. അയ്യോ, വരിവരിയായിട്ട് എവിടെ? ഇവിടെ
ബോഡി പോയിട്ട് ശവം പോലും ഇല്ല ടീച്ചറെ. ടീച്ചറെ അച്ഛന്റെ ബോഡി ഇവിടെ കാണാനില്ല. ഹോസ്പിറ്റലിൽ മാറിപ്പോയോ പോയി നോക്കണ കാല. പതുക്കെ വലിക്കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാലല്ലോ ഇപ്പൊ. ഈ അച്ഛൻ എവിടെ മരിച്ചിടക്കുന്നു? അച്ഛനെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ കാലം വരുന്നേ. അച്ചോ അച്ചോ എന്റെ പൊന്നച്ചോ. കരയല്ലേ ടീച്ചറെ? കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരയും. ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരുതിയ ടീച്ചറെ? ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അച്ഛനെ തിരിച്ചു കൊടുക്കുവായിരുന്നു. ശരിയാ, മോളിന്ന് വിളിച്ചാ എല്ലാരും പോകണ്ടേ? മോളിന്ന് വിളിച്ച എല്ലാരും മോളി മാത്രം പോയപ്പോഴേ കസേര ഇത് ഓടിപ്പോടേ. ഡോക്ടർമാരെ കസേര ഓഫ് ചെയ്യേ. അയ്യോ കാലം വന്ന എന്താ പേര്? എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? എനിക്ക് നല്ല സവാരിയല്ലേ? സ്റ്റേഷനെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇന്നാ ഇത് വെച്ചു. ഫോൺ നമ്പർ തന്നെ. ചേട്ടാ കലാമക്ക എന്താ സംഭവിച്ചത്? ഒരു മധുവിധ യാത്ര. നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡി കാഷ്വാലിറ്റി കിടപ്പുണ്ട്. അച്ചോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോഴാ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിൽ ഓടിപ്പോന്നതാണോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ചോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ചോ? അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്. പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പാരൻ ഞാനാ. കലാദർശനയുടെ അനന്തരാവാസി ഞാനാ. അവന്റെ കുറിച്ച് തർക്കം എന്തായാലും അച്ഛൻ ഒരു ഷെയർ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ ഇത്? What nonsense doing this? This is my shitty. നമ്മളച്ഛൻ പോയേ. Don't touch man, don't touch. എന്താ ഇത്? What happened? നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ അച്ഛൻ ചത്തിട്ടില്ല. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ? എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത് ഞാൻ ചത്തു? ഞാനല്ല, ഈ ഷിറ്റിമോള് പറഞ്ഞാണോ? My God, ഞാനോ? നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. ഈ ഷിറ്റിമോള് ഫോൺ ചെയ്യണ ഞാൻ കേട്ടാണോ? ഫാദർ തറക്കണ്ണ ബീസ് ഡൈഡ് ദ ഹോസ്പിറ്റലിൽ എന്റെ സ്വന്തം ചെവി കൊണ്ട് ഞാൻ കേട്ടാണോ? അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ? അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജിയായി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ടൻ കരുതിയത്. ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? അതേടി, നിന്നെ പോലുള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്. വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താൽ ആശ കൊടുക്കരുത് അച്ചോ. എന്താ മോനെ കലാമേ നീ പറഞ്ഞത്? അല്ല, കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് ഈ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം? ഇവിടെ വന്നേ. അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാ മതിട്ടാ. ഓ മതി, ഇപ്പൊ കണക്ക് ശരിയായി. എല്ലാരും ആരും മരിച്ചിട്ടില്ല. അച്ഛന്റെ നിലത്തിരിക്കാൻ യോഗമില്ല റീത്തേ. എനിവേ ഷിറ്റിമോളെ, Shut up.